ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ എത്തിയെന്നും UK ഓസ്ട്രേലിയ എങ്ങനെയാണെന്നുള്ളതൊന്നും പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഓസ്ട്രേലിയൻ കെയർ വിസേനെ പറ്റിയിട്ട്. ഇപ്പോൾ UKയിലെ കെയർ വിസ കൊടുക്കൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണെന്നോ കൂടുതൽ മെസ്സേജുകളും അതിനെ സംബന്ധിച്ചിട്ടാണ്. ഏതെങ്കിലും ഏജൻസിനെ ഉണ്ടെങ്കിൽ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കൂടുതൽ മെസ്സേജുകൾ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പരമാവധി മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാവൂസ്-സിജോ പാവണി എന്നാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലും പാവൂസ് എന്ന യൂട്യൂബ് ചാനലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഏജൻസിക്കും കൊണ്ട് പൈസ കൊടുക്കരുത്. ഞാനൊരു ഏജൻ്റ് അല്ല, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ഒരു പരിപാടിയും ചെയ്യണില്ല. ഞാൻ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ രത്നചുരുക്കമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ കെയർ വിസ കിട്ടാമെന്നുള്ളതും, എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യണമെന്നും, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്നും, എന്തോരം ബുദ്ധിമുട്ടാണ് ആ വിസ കിട്ടാനെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാനിവിടെ വിക്ടോറിയയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഏതൊക്കെ കെയർ ഹോം കമ്പനികളാണ് കെയർ വിസ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു CV തയ്യാറാക്കണം, നല്ലൊരു കവറിംഗ് ലെറ്റർ വേണം. ഇവിടെ കവറിംഗ് ലെറ്ററിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കവറിംഗ് ലെറ്റർ ഇവിടെ മസ്റ്റാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കവറിംഗ് ലെറ്റർ മസ്റ്റാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറ്റിയെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ട അതിൻ്റെ ലിങ്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ കെയർ വിസ കൊടുക്കണമെന്നുള്ളതും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ കിട്ടണമെന്നില്ല. അത്ര പേർക്ക് ഇവിടെ കെയർ ഹോമുകൾ ഓൾ ഓസ്ട്രേലിയ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ പ്രത്യേകം എടുത്ത് അവർക്ക് ഡയറക്റ്റ് അപേക്ഷിക്കുക. പിന്നെ ഇതിന് ഏജൻസികളോ ഏജൻറ്റുമാരോ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾ ആർക്കും കൊണ്ട് പൈസ കൊടുത്ത് ഇവിടെ കെയർ ഹോമിൽ സീനിയർ കെയറായിട്ട് അല്ലെങ്കിൽ കെയറായിട്ട് വരാമെന്നുള്ള കാര്യങ്ങൾ നോക്കരുത്, പറ്റിക്കപ്പെടാം. എൻ്റെ അറിവിൽ അങ്ങനെ ഏജൻസികളും ഇവിടെ ആരും അങ്ങനെ പൈസ വാങ്ങിച്ച് ഇവിടെ ചെയ്യണില്ല. ഇവിടെ പൈസ വാങ്ങിച്ചാൽ ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണിയും പോവും, അവരുടെ ജോലിയും പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യേണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഫുൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.